ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ശുദ്ധമായ കുറച്ച് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഒരു മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ സ്വന്തമായി കൃഷിയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. എൻ്റെ വീട്ടിലും ഉണ്ട് ചെറുതായിട്ട് ചെറിയൊരു കൃഷികൾ. എൻ്റെ വീട്ടിലും അമ്മയും ഞാനും കൂടെ ചേർന്ന് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ് കേട്ടോ പിച്ചുന്നത്. വെണ്ടയ്ക്കയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ അത്യാവശ്യം ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞാൽ എല്ലാം പിച്ചുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കയെന്നൊക്കെ പറയുന്നത് നല്ലതെന്ന് വെച്ചാൽ അതിലൊരു കേട് പോലും ഇല്ലാതെയാണ് നമ്മുടെ വീട്ടിൽ പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. എന്നാൽ എനിക്ക് വെണ്ടയ്ക്ക തോരനല്ല മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കുറേ മുളകുകൾ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. മുളകുകൾ ഇത് എന്താ മുളകിൻ്റെ പേരെനിക്കറിയില്ല. ഉണ്ടമുളകല്ല കേട്ടോ, നല്ല മുളകാണ് കേട്ടോ. നല്ല ഭയങ്കര എരിവാണ് ഈ മുളകിന്. അങ്ങനെ മുളക് പിച്ചി, വെണ്ടയ്ക്ക പിച്ചി, നമ്മുടെ വഴുതനങ്ങയും പിച്ചി കേട്ടോ. ഒരു വഴുതനങ്ങ കേടായിപ്പോയി. അങ്ങനെ ആ വഴുതനങ്ങ നമ്മളെടുത്ത് കളയും കേട്ടോ. കളയത്തില്ല, അതിൻ്റെ കേടാവാത്ത ഭാഗം മുറിച്ചെടുക്കും കേട്ടോ. അങ്ങനെ അമ്മ ചട്ടി ചൂടാക്കി കേട്ടോ. ചട്ടി ചൂടായി നമ്മുടെ ഉള്ളിയും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഉള്ളിയും കൂടെ നമ്മൾ വഴറ്റാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ വഴറ്റിയാണ് കേട്ടോ. നല്ല അറഞ്ചും പുറഞ്ചും എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റുമ്പോൾ തന്നെ കുറേ കഴിയുമ്പോൾ തന്നെ ഉള്ളിയും നമ്മുടെ ഈ വഴുതനങ്ങയും ഇതൊക്കെ നല്ലൊരു ബ്രൗൺ കളറിൽ വരും കേട്ടോ. അപ്പോഴാണ് നമ്മളിത് വാങ്ങേണ്ടത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ കുറേ ആയിട്ട് അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കറിവേപ്പിലയും കൂടി ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ. കറിവേപ്പില ഇട്ടു നല്ലൊരു ഇളക്കിയാണ് കേട്ടോ. ഈ മെഴുക്കുവരട്ടി ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെയാണ് വെണ്ടയ്ക്ക ഇഷ്ടം, ആർക്കൊക്കെയാണ് വഴുതനങ്ങ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് എനിക്ക് കൂടുതലിഷ്ടം. അതിങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ പണ്ട് അങ്കമാടി പോകുമ്പോഴും അവിടെ ഇങ്ങനെ കഞ്ഞിയും മെഴുക്ക് പുരട്ടിയൊക്കെയാണ്. അപ്പോൾ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു 5-6 ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കടയിൽ നിന്ന് അങ്ങനെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിയത്. ഇപ്പം നമുക്ക് ചെടിയിലിങ്ങനെ പിടിച്ചു വന്നുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇത് പിടിച്ച് വരുന്തോറും നമ്മൾ കൂടുതലും വീട്ടിലത്തെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വീട്ടിൽ പിടിക്കുന്നതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് ഈ മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.